കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് നാളെ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കം. 31-ന് ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബഡ്ജറ്റ് വികസനത്തിനും ജനപ്രിയ പദ്ധതികൾക്കുമാകും മുൻതൂക്കം നൽകുക. കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിനാണ് നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കം കുറിക്കുന്നത്. ഏറെ രാഷ്ട്രീയ വിഷയങ്ങൾക്കും വിവാദങ്ങൾക്കും ഇത്തവണ സമ്മേളനകാലം സാക്ഷിയാകാനാണ് സാധ്യത. കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലയളവിൽ സഭയ്ക്കുള്ളിൽ ജനങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ അനുവദിക്കാത്ത അതേ നിലപാട് തന്നെയാകും പ്രതിപക്ഷം ഇത്തവണയും സ്വീകരിക്കുക. പ്രളയാനന്തര കേരളത്തിന്റെ വികസന കുതിപ്പിന് ചിറകു നൽകുന്നതാകും ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ്. റവന്യൂ ചെലവിലുണ്ടാകുന്ന വർധനവ് ധനമന്ത്രി എന്ന നിലയിൽ തോമസ് ഐസക്കിനെ ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ടെങ്കിലും വിദേശത്തു നിന്നും മടങ്ങിയെത്തുന്ന പ്രവാസികളെ കരുതാനുള്ള നടപടികളും ബഡ്ജറ്റിലുണ്ടാകും. കിഫ്ബി തന്നെയാകും ഇത്തവണയും ധനമന്ത്രിയുടെ തുറുപ്പുചീട്ട്. ഇതുവരെ 60,000 കോടി രൂപ പ്രഖ്യാപിച്ച് വിജയിക്കുകയും 34,000 കോടിയുടെ അനുമതിയും നൽകിയ കിഫ്ബിയെ ശക്തിപ്പെടുത്തി മുൻപോട്ടു പോകാനാകും ഐസക്കിന്റെ തീരുമാനം. പ്രഖ്യാപിച്ച പദ്ധതികളുടെ പൂർത്തീകരണത്തിന് ബഡ്ജറ്റ് പ്രാധാന്യം നൽകും. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് പ്രാധാന്യം നൽകിയുള്ള ബഡ്ജറ്റ് റീബിൽഡ് ബെറ്റർ എന്ന കാഴ്ചപ്പാടാകും മുൻപോട്ട് വയ്ക്കുക. രാജ്യാന്തര ധനസമാഹരണത്തിലൂടെ കേരള വികസനത്തിനുള്ള പുതിയ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബഡ്ജറ്റിലുണ്ടാകും. ഒപ്പം ചിലവ് ചുരുക്കാനുള്ള നിർദ്ദേശങ്ങളും ബഡ്ജറ്റ് മുൻപോട്ട് വയ്ക്കും. ബഡ്ജറ്റിന്മേലുള്ള പൊതുചർച്ച ഫെബ്രുവരി 4 മുതൽ 6 വരെ നടക്കും. 7-ന് സഭാ സമ്മേളനം അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയെന്നത് കെഎസ്ഇബിയുടെ നേട്ടമാണ്. മുടങ്ങിക്കിടന്ന പദ്ധതികൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞത് വൈദ്യുതി ബോർഡിന് പുതുജീവൻ നൽകുന്നു. മൂലമറ്റത്ത് സ്ഥാപിക്കുന്ന 2ാമത്തെ പവർ ഹൌസിനും സോളാർ പദ്ധതികൾക്കുമുള്ള സഹായമാണ് ബജറ്റിൽ വകുപ്പിന്റെ പ്രതീക്ഷ. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതി, തൊട്ടിയാർ, അപ്പർ കല്ലാർ, ചെങ്കുളം ഓഗ്മെന്റേഷൻ എന്നിങ്ങനെ 9 ജലവൈദ്യുത പദ്ധതികളാണ് പുനരാരംഭിച്ചത്. 60 മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ വിപുലീകരണം ബോർഡിന്റെ നിർമ്മാണത്തിലുള്ള പദ്ധതികളിൽ ഏറ്റവും വലുതാണ്. 1976-ൽ കമ്മീഷൻ ചെയ്ത ശേഷം മൂലമറ്റം പവർ ഹൌസിലെ ജനറേറ്ററുകളുടെ നവീകരണം ഇതാദ്യമായി നടത്തിയതും ഈ സർക്കാരിന്റെ കാലത്താണ്. ഇടുക്കി അണക്കെട്ട് ഉൾപ്പെടെ സംസ്ഥാനത്തെ 37 അണക്കെട്ടുകളിൽ പെയിന്റിംഗ്, വെളിച്ചം സ്ഥാപിക്കൽ തുടങ്ങിയ നവീകരണവും നടക്കുന്നുണ്ട്. മൂലമറ്റത്ത് സ്ഥാപിക്കുന്ന പുതിയ പവർ ഹൌസുമായി ബന്ധപ്പെട്ട പഠനം അന്തിമഘട്ടത്തിലാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി പറഞ്ഞു. 30% ഇപ്പോൾ ഉത്പാദനം നമുക്ക് ആവശ്യമുള്ളതിന്റെ, അത് 100% ആക്കുക. 1000 മെഗാവാട്ട് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. അതിൽ 500 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ ഡാമിൽ നിന്ന്, 500 മെഗാവാട്ട് കെട്ടിടത്തിൽ നിന്ന്. ആ നിലയിലുള്ള പരിപാടിയുണ്ട്. അതോടൊപ്പം ചെറുകിടയും ഇടത്തരവുമായിട്ടുള്ള പുതിയ വൈദ്യുതി പദ്ധതികളുടെ ആലോചനയുണ്ട്. പ്രളയം തകർത്ത പമ്പയിൽ ശബരിമല സീസണിൽ കെഎസ്ഇബി നടത്തിയ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. പ്രളയനാളുകളിൽ വെറും 10 ദിവസം കൊണ്ടാണ് 25 ലക്ഷം പേർക്ക് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. 820 കോടി രൂപയുടെ നഷ്ടം പ്രളയം കാരണം ബോർഡിന് ഉണ്ടായിട്ടുണ്ട്. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 2500 കോടി രൂപയോളമാണ് കെഎസ്ഇബിക്ക് ലഭിക്കാനുള്ളത്. ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം തേടുന്നതിനൊപ്പം ഈ കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള ശ്രമവും വൈദ്യുതി വകുപ്പ് നടത്തേണ്ടതുണ്ട്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. സംസ്ഥാന ബജറ്റ് അവതരണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഏറെ പ്രതീക്ഷയിലാണ് വ്യവസായ ലോകം. പ്രളയം തകർത്തെറിഞ്ഞ വ്യവസായ സംരംഭങ്ങൾക്ക് പൊതുജീവൻ പകരുന്നതാകും ബജറ്റ് എന്ന വിശ്വാസത്തിലാണ് വ്യവസായികൾ. സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിൽ പ്രധാന പങ്കുവഹിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുത്തൻ ഉണർവ് പകരുന്ന നടപടികൾ ബജറ്റിലുണ്ടാകുമെന്നും വ്യവസായ ലോകം പ്രതീക്ഷിക്കുന്നു. പൊതുമേഖലാ വ്യവസായങ്ങൾ റെക്കോർഡ് നേട്ടത്തിലേക്ക് കുതിച്ചതുൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ 2.5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് വ്യവസായ മേഖലയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സാധ്യമായെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ വ്യവസായ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും വ്യാവസായിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനുമുള്ള നടപടികളും നിർദ്ദേശങ്ങളും ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് വ്യവസായ വാണിജ്യ ലോകം പ്രതീക്ഷിക്കുന്നത്. സാങ്കേതിക നൈപുണ്യമുള്ള മനുഷ്യമൂലധനം ഉപയോഗിച്ച് കൂടുതൽ സംരംഭങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി 1500ഓളം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിനായി നേരത്തെ നീക്കിവെച്ച തുകയ്ക്ക് പുറമെ കൂടുതൽ സഹായം ബജറ്റിലുണ്ടായേക്കും. തിരുവനന്തപുരത്തെ ലൈഫ് സയൻസ് പാർക്ക്, കൊച്ചി ആമ്പല്ലൂരിലെ ഇലക്ട്രോണിക്സ് പാർക്ക് തുടങ്ങിയവ അതിവേഗം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാരിന്റെ വികസന കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്ന ബജറ്റാണ് വ്യവസായ ലോകം പ്രതീക്ഷിക്കുന്നതെന്ന് വ്യവസായിയായ ES ജോസ് പറഞ്ഞു. പ്രളയ ദുരന്തത്തിൽ നിന്ന് കരകയറുന്ന സ്വകാര്യ വ്യവസായ സംരംഭങ്ങൾക്കും ചെറുകിട വ്യവസായ മേഖലയ്ക്കും ഉണർവ് പകരുന്ന നടപടികൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും ES ജോസ് പറഞ്ഞു. സാമ്പത്തിക മേഖല എന്ത് ചലനം നടത്തിയാലും വാണിജ്യ വ്യവസായികൾക്ക് അപ്പോൾ തന്നെ അതിന്റെ ഗുണം കിട്ടും. പുതിയ ആൾ വരികയാണെങ്കിൽ, പുതിയ നിക്ഷേപകർ വരികയാണെങ്കിൽ അവർക്കും കിട്ടും. അപ്പോൾ ഇവിടെ ഒന്ന് കാണിച്ചാൽ മാത്രമേ
പുതിയ നിക്ഷേപകർ വരുള്ളൂ. ഇവിടെ ഒരു വളർച്ച കാണിക്കേണ്ടത് നിലവിലുള്ള വാണിജ്യ വ്യവസായികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുമ്പോഴാണ്. നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. താൽക്കാലിക ആശ്വാസം എന്നതിലുപരി ദീർഘകാലാടിസ്ഥാനത്തിലെ വ്യാവസായിക വാണിജ്യ വികസനത്തിനുള്ള നടപടികൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് വ്യവസായികളും വ്യാപാരികളും കണക്കുകൂട്ടുന്നത്. കൊച്ചിയിൽ നിന്നും KM ഉമേഷ്. പുതിയ CBI ഡയറക്ടറെ തീരുമാനിക്കാനായുള്ള ഉന്നതാധികാര സമിതി ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരാണ് മറ്റംഗങ്ങൾ. അതേസമയം നാഗേശ്വർ റാവുവിന്റെ ഇടക്കാല ഡയറക്ടറായി നിയമിച്ചതിനെതിരെ സന്നദ്ധ സംഘടനയായ കോമൺ കോസ് നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ ജനുവരി 10-നാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതാധികാര സമിതി അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി നാഗേശ്വർ റാവുവിന് താൽക്കാലിക ചുമതല നൽകിയത്. അലോക് വർമ്മയ്ക്ക് പകരമായി തുടരുന്ന ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവു ജനുവരി 31 വരെ ഔദ്യോഗിക പദവിയിലുണ്ടാവും. ഫെബ്രുവരി 1 മുതൽ പുതിയ CBI ഡയറക്ടർ ചുമതലയേൽക്കും. 34 പേരുടെ പ്രാഥമിക പട്ടിക നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയിരുന്നു. ഇതിൽ നിന്നാണ് 1983, 84, 85 ബാച്ചിലെ 17 IPSകാരെ ഉൾക്കൊള്ളിച്ചുള്ള ലിസ്റ്റ് കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് മന്ത്രാലയം തയ്യാറാക്കിയത്. ഇതിൽ 3 പേരുടെ പട്ടികയാണ് ഇന്ന് ഉന്നതാധികാര സമിതി പരിഗണിക്കുക. NIA ഡയറക്ടർ ജനറൽ YC മോദിയുടെ പേരാണ് സാധ്യതാ പട്ടികയിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്നത്. അസം, മേഘാലയ കേഡർ ഉദ്യോഗസ്ഥൻ ആയ മോദി ഗുജറാത്ത് വംശഹത്യ കേസുകൾ അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോടാണ് കൂടുതൽ താല്പര്യമെന്നാണ് വിവരം. യോഗത്തിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും എടുക്കുന്ന നിലപാട് നിർണായകമാവും. അലോക് വർമ്മയെ പുറത്താക്കാൻ തീരുമാനിച്ച സമിതി യോഗത്തിൽ ഖാർഗെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് ചീഫ് ജസ്റ്റിസിനെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്ത ജസ്റ്റിസ് AK സിക്രി പ്രധാനമന്ത്രിക്കൊപ്പം നിന്ന് നിലപാടെടുക്കുകയായിരുന്നു. അതേസമയം ഇടക്കാല ഡയറക്ടറായി നാഗേശ്വർ റാവുവിനെ നിയമിച്ചതിനെതിരെ സന്നദ്ധ സംഘടനയായ കോമൺ കോസ് നൽകിയ ഹർജി ജസ്റ്റിസ് AK സിക്രിയുടെ അധ്യക്ഷതയിലുള്ള 3-അംഗ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് നേരത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്മാറിയിരുന്നു. ഉന്നതാധികാര സമിതിയിൽ അംഗമായതിനാലാണ് ചീഫ് ജസ്റ്റിസ് ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജഡ്ജി നിയമന കാര്യത്തിലെ കൊളീജിയം തീരുമാനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി സുപ്രീം കോടതി മുൻ ജഡ്ജിയും കൊളീജിയം അംഗവുമായിരുന്ന ജസ്റ്റിസ് മദൻ P. ലോക്കൂർ. ഡിസംബർ 12-ന് കൊളീജിയം കൈക്കൊണ്ട തീരുമാനങ്ങൾ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്താത്തത് എന്തുകൊണ്ടെന്നറിയില്ല. കൊളീജിയം തീരുമാനം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ ആരോടും ആവശ്യപ്പെടേണ്ടതില്ല. അത് അപ്ലോഡ് ചെയ്യുക എന്നതാണ് രീതിയെന്ന് ലോക്കൂർ ചൂണ്ടിക്കാട്ടി. രാജസ്ഥാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പ്രദീപ് നന്ദ്രജോഗി, ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ എന്നിവരെ സുപ്രീം കോടതിക്ക് ഉയർത്താനുള്ള ഡിസംബർ 12-ലെ കൊളീജിയം തീരുമാനം എങ്ങനെ മാറിയെന്നറിയില്ല. പുതിയ ജഡ്ജിമാരുടെ പേരുകളെ കുറിച്ച് തന്നെ അറിയിച്ചിരുന്നില്ല. കൊളീജിയം തീരുമാനം പരസ്യപ്പെടുത്താത്തതിൽ അതൃപ്തിയുണ്ടെന്നും മദൻ P. ലോക്കൂർ ദില്ലിയിൽ പറഞ്ഞു. Well, there was a meeting on the 12th of December undoubtedly, and certain decisions were taken, and that is reflected in the resolution of 10th of January. Now, what happened between 12th of December and 10th of January, I am not privy to it at all. So really, I can't say what happened. That's not my job. A decision has been taken, and in the normal course, it should have been put up. It was not put up. I'm disappointed. Why it was not put up is not my business. കൊളീജിയം തീരുമാനം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യലാണ് സാധാരണ രീതി. എന്നാൽ അത് നടക്കാത്തതിൽ അതൃപ്തിയുണ്ട്. സുപ്രീം കോടതി അടക്കം എല്ലാ സ്ഥാപനങ്ങളിലും സുതാര്യത വേണം. ജഡ്ജി ആയിരിക്കുമ്പോഴും ഇതേ നിലപാട് തന്നെയായിരുന്നു തനിക്കെന്നും ലോക്കൂർ കൂട്ടിച്ചേർത്തു. അഭിഭാഷക കൂട്ടായ്മയുടെ വെബ്സൈറ്റായ ദി ലീഫ്ലെറ്റ് ദില്ലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു മുൻ ജസ്റ്റിസിന്റെ പ്രതികരണം. 2018 ജനുവരിയിൽ 4 ജസ്റ്റിസുമാർ വാർത്താ സമ്മേളനം നടത്തിയതിലൂടെ സുപ്രീം കോടതിയിൽ കൂടുതൽ സുതാര്യത ഉണ്ടായെന്നും കൊളീജിയം ശുപാർശകൾക്ക് മേൽ സർക്കാർ അടയിരിക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നും ജസ്റ്റിസ് ലോക്കൂർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇടവേള. ശബരിമലയിൽ നിന്നും തിരികെ പന്തളത്തെത്തിയ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകി. കുളനട ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും ശരണാരവങ്ങളോടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വരവേൽപ്പ് നൽകിയത്. മകരവിളക്കുത്സവത്തിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയ തിരുവാഭരണങ്ങൾ കാടും മേടും താണ്ടി തിരികെ പന്തളത്തെത്തിച്ചപ്പോൾ ശരണാരവങ്ങളോടെയാണ് ഭക്തർ വരവേറ്റത്.
തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തിരുവാഭരണ ഘോഷയാത്രയെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു. മണികണ്ഠനാൽത്തറ കടന്ന് രാജവീതിയിലൂടെ മേടക്കല്ലിലെത്തിയപ്പോൾ കർപ്പൂഴാടി തെളിയിച്ചാണ് കൊട്ടാരമംഗങ്ങൾ ഘോഷയാത്രയെ തിരുവാഭരണ മാളികയായ ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലേക്ക് ആനയിച്ചത്. ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരപിള്ളയും സംഘവും ശരണം വിളിച്ച് നമസ്കരിച്ചു. തുടർന്ന് തിരുവാഭരണ പേടകങ്ങൾ കൊട്ടാരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന അറകളിലേക്ക് മാറ്റിയതോടെ ഈ മണ്ഡല മകരവിളക്ക് കാലത്തിലെ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങളുടെ ശാസ്ത്രീയമായ അടിത്തറ വിപുലപ്പെടുത്തുക ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര ആയുഷ് കോൺക്ലേവ് അടുത്ത മാസം 15 മുതൽ 18 വരെ തിരുവനന്തപുരത്താണ് കോൺക്ലേവ് നടത്തുക. ആയുഷ് ഉൽപ്പന്നങ്ങൾ, ചികിത്സാരീതികൾ, ചികിത്സകൾ എന്നിവയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും IAC ലക്ഷ്യമിടുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ആയുർവേദത്തിനും ഇതര ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങൾക്കും കേരളം പുകൾപെറ്റതാണ്. അന്താരാഷ്ട്ര ആയുഷ് കോൺക്ലേവ് 2019 ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങളുടെ ശാസ്ത്രീയമായ അടിത്തറ വിപുലപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ ആയുർവേദത്തിന്റെയും മറ്റ് ചികിത്സാ രീതികളുടെയും പ്രസക്തി വെളിവാക്കുന്നതിനും ഈ മേഖലയിൽ നമുക്ക് കേരളത്തിന്റെ അറിവുകളും കേരളത്തിന്റെ സാധ്യതകളും അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുമാണ് ആയുഷ് കോൺക്ലേവ് ഉദ്ദേശിക്കുന്നത്. ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയുടെ വിവിധ സ്പെഷ്യാലിറ്റി ചികിത്സാ രീതികൾ ലോകമെങ്ങും കോൺക്ലേവിലൂടെ പരിചയപ്പെടുത്തും. അന്താരാഷ്ട്ര മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളും സംരംഭകരുമായി കേരളത്തിലെ ആയുഷ് മേഖലയ്ക്ക് പരസ്പര സഹകരണത്തിനുള്ള അവസരം സൃഷ്ടിക്കുകയും ഈ പരിപാടിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു. തെളിവധിഷ്ഠിതമായ വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങൾ എന്ന നിലയിൽ ആയുഷിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രവൃത്തി കൂടിയാണ് IAC. ഇതിലൂടെ ആയുഷ് ഉൽപ്പന്നങ്ങൾ, ചികിത്സാരീതികൾ, ചികിത്സകർ എന്നിവയ്ക്കുള്ള ഗുണനിലവാരം ഉയർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും അവസരമൊരുക്കും. 4 ദിവസമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന കോൺക്ലേവിൽ അന്താരാഷ്ട്ര സെമിനാർ, ദേശീയ ആരോഗ്യ എക്സ്പോ, ബിസിനസ് മീറ്റ് തുടങ്ങിയവയും ഉണ്ടാകും. 35 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കേരളത്തിലെ ആയുഷ് വൈദ്യശാസ്ത്ര വിഭാഗങ്ങളുടെ ചരിത്രത്തിൽ സർക്കാർ മുൻകൈയിൽ നടക്കുന്ന ആദ്യത്തെ സംരംഭം കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടിൽ വീണ്ടും കുരങ്ങുപനി. കർണാടകയിലെ ഷിമോഗയിൽ രോഗം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് മാനന്തവാടി മേഖലയിൽ 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗം പടരാനുള്ള സാധ്യതയുള്ളതിനാൽ ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ വിഭാഗവും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലയിൽ വീണ്ടും കുരങ്ങുപനി സ്ഥിരീകരിക്കപ്പെടുന്നത്. 2015 വയനാട്ടിൽ ആദ്യമായി കുരങ്ങുപനി സ്ഥിരീകരിക്കുന്നത്. അന്ന് 11 പേർ മരണപ്പെട്ടിരുന്നു. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അരണപ്പാറ സ്വദേശിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ബാവലി സ്വദേശിക്കുമാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് പറയുന്നത്. രക്തസാമ്പിളും സ്രവവും മണിപ്പാൽ വൈറോളജി ലാബിൽ പരിശോധിച്ചാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വയനാട്ടിനോട് ചേർന്നുള്ള കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ജാഗ്രത പാലിച്ചു വരുന്നതിനിടെയാണ് രോഗം കണ്ടെത്തിയത്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. രോഗം പടരാതിരിക്കാൻ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ച് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. ജന്തുജന്യ രോഗമാണ് കുരങ്ങുപനി. ഈ രോഗത്തിന്റെ വൈറസുകൾ ചെറിയ സസ്തനികൾ, കുരങ്ങന്മാർ, ചിലയിനം പക്ഷികൾ എന്നിവയിലാണ് കാണപ്പെടുന്നത്. ഇത്തരം ജീവികളുടെ രക്തം കുടിച്ചു വളരുന്ന ചെള്ളുകളാണ് മനുഷ്യരിൽ രോഗമെത്തിക്കുന്നത്. വനപ്രദേശങ്ങളോട് ചേർന്നാണ് രോഗസാധ്യത കൂടുതൽ. ഈ മേഖലകളിൽ പ്രതിരോധ മരുന്നുകളുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. വിവിധ കാരണങ്ങളാൽ മുടങ്ങിക്കിടന്ന 49,482 വീടുകളുടെ നിർമ്മാണം ലൈഫ് പദ്ധതിയിൽ പൂർത്തിയായി. വിവിധ ഏജൻസികളിൽ നിന്ന് വായ്പ ലഭിച്ചിട്ടും പൂർത്തിയാക്കാൻ കഴിയാത്ത 54,281 വീടുകളാണ് സംസ്ഥാനത്ത് കണ്ടെത്തിയിരുന്നത്. അതിൽ 91.16% ഇതിനകം പൂർത്തിയായി. മാർച്ച് 31 മുൻപ് അവശേഷിക്കുന്ന വീടുകളും പൂർത്തിയാക്കാൻ കഴിയും. വിവിധ കാരണങ്ങളാൽ മുടങ്ങിക്കിടന്ന 49,482 വീടുകളുടെ നിർമ്മാണമാണ് സർക്കാരിന്റെ ഈ കാലയളവിൽ ലൈഫ് പദ്ധതിയിലൂടെ പൂർത്തിയാക്കുന്നത്. പൂർത്തീകരിക്കാത്ത വീടുകളിൽ 91.61% വീടുകളുടെയും നിർമ്മാണമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്.
ആകെ 54,281 വീടുകളായിരുന്നു ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത്. ശേഷിക്കുന്നവ മാർച്ച് 31-നകം പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. പ്രാദേശിക സ്ഥാപനങ്ങൾ വഴി നടത്തിയ സർവേയിൽ ഭൂമിയുണ്ടായിട്ടും വീടില്ലാത്ത 1,84,255 ഭവനരഹിതർ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൽ 79,158 പേരുടെ അപേക്ഷ ദ്രുതഗതിയിൽ പൂർത്തിയാക്കി വരികയാണ്. ഇവരിൽ 17,383 പേർക്ക് 4 ലക്ഷം രൂപ ആദ്യ ഗഡു ഉടൻ ലഭ്യമാക്കാനുള്ള നടപടികളും പൂർത്തിയാക്കി വരുന്നുണ്ട്. സംസ്ഥാനത്ത് വീടോ സ്ഥലമോ ഇല്ലാത്ത 3.34 ലക്ഷം പേർക്ക് വിവിധ ജില്ലകളിൽ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമകരമായ നടപടികൾ അന്തിമഘട്ടത്തിലാണ്. സ്ഥലപരിമിതി മൂലം ഭവന സമുച്ചയങ്ങളാണ് ഇത്തരക്കാർക്ക് പണിത് നൽകുക. ഇതിനായുള്ള പ്രവർത്തനം 14 ജില്ലകളിലും പുരോഗമിക്കുന്നുമുണ്ട്. സമാന രീതിയിൽ തിരുവനന്തപുരം മുട്ടത്തറയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് 192 ഫ്ളാറ്റുകൾ ഇതിനോടകം സർക്കാർ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിരാലംബമായ കുടുംബത്തിന് CPIM വക സ്നേഹവീട്. കാസർഗോഡ് മേൽപ്പറമ്പിലെ നാരായണി അമ്മയ്ക്കും വിധവയായ മകളും മക്കളും അടങ്ങുന്ന കുടുംബത്തിന് CPIM ചെമ്മനാട് ലോക്കൽ കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. വൈദ്യുതി മന്ത്രി M. മണി വീടിന്റെ താക്കോൽ നാരായണി അമ്മയ്ക്ക് കൈമാറി. കഴിഞ്ഞ 22ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നിരാലംബരായ കുടുംബങ്ങൾക്ക് വീട് നൽകുവാൻ CPIM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് കാസർഗോഡ് ചെമ്മനാട് ലോക്കൽ കമ്മിറ്റി മുൻകൈയെടുത്ത് മേൽപ്പറമ്പ് വള്ളിയോട്ടെ നാരായണി അമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. ബഹുജന പങ്കാളിത്തത്തോടെ 5,36,000 രൂപ ചെലവഴിച്ചാണ് നാരായണി അമ്മയ്ക്ക് സുരക്ഷിതമായ വീട് നിർമ്മിച്ചു നൽകിയത്. മുമ്പത്തെ പഴയ വീട്ടിലാണുണ്ടായത്. അപ്പൊ അത് പൊളിഞ്ഞു വീണ് പുതിയ വീട് ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ നമുക്ക് പരിഗണന കിട്ടിയിട്ടാ ഇപ്പൊ പാർട്ടിക്കാർ അങ്ങനെ ആക്കി തന്നു. നിരാലംബരായവരുടെ ആശ്രയ കേന്ദ്രമാണ് CPIM എന്ന് വീടിന്റെ താക്കോൽ നാരായണിയമ്മയ്ക്ക് കൈമാറിക്കൊണ്ട് വൈദ്യുതി മന്ത്രി M. മണി പറഞ്ഞു. വീടില്ലാത്തവർക്ക് ഈ നിലയിൽ വീട് നിർമ്മിച്ചു കൊടുക്കുക, അങ്ങനെ സമൂഹത്തിൽ കരുണ അർഹിക്കുന്ന, സഹായം അർഹിക്കുന്ന എല്ലാ വിഭാഗത്തെയും കഴിവിനൊത്ത് സഹായിക്കുക എന്ന നയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനുള്ളത്. CPIMന്റെ പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ 2000 വീടെങ്കിലും നിർമ്മിച്ച് സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് കൊടുക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. കാലവർഷത്തിൽ കനത്ത കാറ്റടിച്ചാണ് നാരായണിയമ്മയുടെ വീട് നഷ്ടപ്പെട്ടത്. ഇതോടെ വിധവയായ മകളും 2 കുട്ടികളും അടങ്ങുന്ന ദരിദ്ര കുടുംബം സമീപത്തെ ബന്ധുവീട്ടിൽ കഴിഞ്ഞു വരികയായിരുന്നു. നാരായണിയമ്മയുടെ മകൾ സ്കൂൾ ബസ്സിൽ തുച്ഛവേതനത്തിന് അറ്റൻഡറായി ജോലി ചെയ്തു വരികയാണ്. തുടർന്നാണ് CPIM നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ വീട് നിർമ്മിച്ചു നൽകിയത്. മന്ത്രി M. മണി സ്നേഹവീട് സന്ദർശിച്ച് ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാർലമെന്റ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 10-ന് KPCC ആസ്ഥാനത്ത് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് വൈകിട്ട് 3 മണിക്ക് കൊല്ലത്തും, 25-ന് രാവിലെ 10-ന് പത്തനംതിട്ടയിലും, വൈകിട്ട് 3-ന് കോട്ടയം, 26-ന് രാവിലെ 10-ന് ആലപ്പുഴ, വൈകിട്ട് 3-ന് എറണാകുളം എന്നിങ്ങനെയാണ് പര്യടനം. ജില്ലാ കോൺഗ്രസ് യോഗത്തിന് ശേഷം മുകുൾ വാസ്നിക് നേതാക്കളുമായി പ്രത്യേകം ആശയവിനിമയം നടത്തും. ജില്ലകളുടെയും പാർലമെന്റ് മണ്ഡലങ്ങളുടെയും ചുമതലയുള്ള നേതാക്കളും ശക്തി പ്രോഗ്രാമിന്റെ ചുമതലയുള്ള നേതാക്കളും യോഗങ്ങളിൽ പങ്കെടുക്കും. പ്രിയങ്ക ഗാന്ധിയെ ജനറൽ സെക്രട്ടറി പദത്തിലെത്തിച്ച് രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുങ്ങിയ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ നേരിടേണ്ടത് ഇരട്ട സഖ്യത്തെയാണ്. 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾക്കപ്പുറം വിജയിക്കാത്ത 30 ലോക്സഭാ സീറ്റുകൾ അടങ്ങുന്ന കിഴക്കൻ UPയിൽ ഇത്തവണ 5 സീറ്റ് നേടുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വദ്രയ്ക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ കോൺഗ്രസിനെ ഇനി വേട്ടയാടും. SP-BSP സഖ്യത്തിന്റെ തന്ത്രങ്ങളിലും BJPയുടെ വർഗീയ പ്രചാരണങ്ങളിലും തകർന്നു പോകാതെ UPയിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചെടുക്കേണ്ട ചുമതലയാണ് പ്രിയങ്കയിൽ വന്നു ചേർന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ അമേഠി, സോണിയാഗാന്ധിയുടെ റായ്ബറേലി മണ്ഡലങ്ങളിൽ പ്രിയങ്കയ്ക്ക് SP-BSP സഖ്യത്തെ ഭയക്കേണ്ടതില്ല. പക്ഷേ കോൺഗ്രസ് ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന സമീപ മണ്ഡലമായ പ്രതാപ്ഗഡ്, വരുൺ ഗാന്ധിയുടെ മണ്ഡലമായ സുൽത്താൻപൂർ എന്നിവ കൂടി പിടിച്ചെടുക്കണം. രാഷ്ട്രീയ നിരീക്ഷകർ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നത് മോദിയുടെ വാരണാസിയിൽ പ്രിയങ്കയ്ക്ക് എന്തു ചെയ്യാനാകുമെന്നതാണ്. വാരണാസിയിൽ 2014-ൽ MLA അജയ് രാജിനെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും ആം ആദ്മി ഉണ്ടാക്കിയ ചലനം പോലും സൃഷ്ടിക്കാനായില്ല. യോഗി ആദിത്യനാഥിന്റെ ഗോരഖ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ SP-BSP സഖ്യമുയർത്തുന്ന പ്രതിസന്ധി കോൺഗ്രസിനെ പിന്നോട്ടടിക്കും. ഇതടക്കം 30 മണ്ഡലങ്ങൾ പ്രിയങ്ക സംരക്ഷിക്കണം. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന പ്രിയങ്ക പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.
SP-BSP സഖ്യത്തിലോ BJP സഖ്യത്തിലോ ഇല്ലാത്ത ശിവപാൽ യാദവിന്റെ PSPയും NDA സഖ്യത്തിൽ ഒറ്റപ്പെട്ട അപ്നാദൽ, സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി എന്നിവരാണ് കോൺഗ്രസിന് ആകെ ആശ്രയിക്കാൻ ഇനി UPയിൽ ബാക്കിയുള്ളത്. രാഷ്ട്രീയത്തിനപ്പുറം പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വദ്രയുടെ സാന്നിധ്യം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കും. റോബർട്ട് വദ്രയ്ക്കെതിരെ ഭൂമി തട്ടിപ്പടക്കം നിരവധി കേസുകളുണ്ട്. കോൺഗ്രസ് ഭരണകാലത്ത് റോബർട്ട് വദ്രയുടെ അഴിമതി സാന്നിധ്യത്തിനും പ്രിയങ്ക മറുപടി നൽകേണ്ടി വരും. ഇത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നും ഒരു വിഭാഗം കരുതുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉപരിപഠനത്തിന് അഡ്മിഷൻ ലഭിക്കാൻ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നൽകിയ കേസിൽ പ്രതികളായ കേന്ദ്ര ഫിനാൻസ് സെക്രട്ടറിയും ഭാര്യയും ജാമ്യമെടുത്തു. ഫിനാൻസ് സെക്രട്ടറിയായ അശോക് കുമാർ സിൻഹ IASഉം ഭാര്യ രാഗിണി സിൻഹയുമാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യമെടുത്തത്. B.Ed അഡ്മിഷന് വേണ്ടി രാഗിണി സിൻഹ മുക്കാലയുള്ള ട്രെയിനിംഗ് കോളേജിൽ പാട്ന യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നിയ അധികൃതർ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനയിൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തെളിഞ്ഞിരുന്നു. അരുൺകുമാർ സിൻഹ ഈ വ്യാജ സർട്ടിഫിക്കറ്റിൽ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. മാധ്യമങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ സാബു ജോസഫ് എന്ന പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് നന്ദൻകോട് B. ഹരിദാസ് മുഖേന കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ കോടതി തെളിവുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രതികൾക്ക് സമൻസ് അയച്ചത്. പട്ടികജാതി മേഖലയിലെ വൈവിധ്യപൂർണമായ പദ്ധതികളാണ് കോഴിക്കോട് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് വയോജന സൌഹൃദമാക്കുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ളത്. 60 വയസ്സ് കഴിഞ്ഞ 400 പേരെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിടക്കാൻ കട്ടിലുകൾ വിതരണം ചെയ്യുകയാണ് പഞ്ചായത്ത്. കോഴിക്കോട് ഉള്ളിയേരി പഞ്ചായത്ത് ഉള്ളൂരിലെ തായനിയമ്മയുടെ സന്തോഷ വാക്കുകളാണിത്. പണി പൂർത്തിയാവാത്ത വീട്ടിൽ തനിച്ചു കഴിയുന്ന ഇവർ ഇന്ന് കിടക്കാൻ ഒരു കട്ടിൽ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ്. വീടൊക്കെ ചേർപ്പിടിച്ച് കൂടാണ്ടിട്ടായിരുന്നു. നേരം ഞാനിട്ട് വീടിൻ്റെ ഇട്ടതാ. അതുകൊണ്ട് എനിക്ക് കട്ടില് പഞ്ചായത്ത് തന്നത് വളരെ നന്ദിയാണ്. പിന്നെ ആരുമില്ലാത്ത എനിക്ക് തന്ന് എനിക്ക് ആ കെട്ടിയ ഒരു അണിക്ക് പോവല്ല. പ്രഷറും ഷുഗറും കൈക്കൊരു കുഴച്ചിലായിട്ടൊന്നും ഇട്ടുകൂടാ. അതുകൊണ്ട് പഞ്ചായത്തിന് നല്ല നന്ദിയാ ചെയ്ത് ആ കിട്ടിയത്. ഇത്തരത്തിൽ വ്യത്യസ്തവും ജനോപകാരപ്രദവുമായ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് കോഴിക്കോട് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത്. ഇത്തവണ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ വയോസ്വപ്നം പദ്ധതി 60 കഴിഞ്ഞവർക്ക് നൽകിയ ആശ്വാസവും സന്തോഷവും ഏറെയാണ്. വളരെയധികം സന്തോഷമായി. പ്രായത്തിൽ കിടന്നുറങ്ങാൻ സുഖമായി. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കിടപ്പിലായവർക്കും അവശത അനുഭവിക്കുന്നവർക്കും കട്ടിൽ വിതരണം ചെയ്താണ് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് ശ്രദ്ധേയമാവുന്നത്. പ്രായം കൊണ്ടുവന്ന അവശതയിൽ അശരണരായി മാറുന്നവർക്ക് ആശ്വാസം പകരുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇത്തരത്തിൽ വയോസ്വപ്നം പദ്ധതിയിലൂടെ. 70 വയസ്സായ തനിയായ അമ്മ ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസം. ഇതുവരെ വീട് പണി പൂർത്തിയായിരുന്നില്ല. ആ വീട്ടിൽ ഒരു കട്ടിൽ പോലുമില്ലാതെ വിഷമിക്കുന്ന സമയത്താണ് പഞ്ചായത്ത് ഇത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് ഏറെ സന്തോഷത്തിലാണ് തനിയായ അമ്മ. ഉള്ളൂരിൽ നിന്നും ക്യാമറാമാൻ ജിബേഷിനൊപ്പം PV ജോഷില.